സ്റ്റബേൺ ഹോഴ്സ് തിയറി കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ വല്ലാതെ അങ്ങ് പല കാര്യങ്ങളിലും നിർബന്ധിക്കും. ഈ സ്റ്റബേൺ ഹോഴ്സ് തിയറി എന്ന് പറയുന്നത് ഒരു കുതിരയായിട്ട് പോയ സമയത്ത്, ഞാനല്ല, അയാൾ പോയ സമയത്ത്, കുതിരയുടെ ഉടമ പോയ സമയത്ത് നല്ല വെള്ളം ഉള്ള ഒരു അരുവി കണ്ടപ്പോഴത്തേക്കും വെള്ളം കുടിക്കാനായിട്ട് നിർത്തുകയും ആ കുതിരയോട് വെള്ളം കുടിക്കാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്തു. അതിന് വെള്ളം ദാഹിച്ചില്ല, അത് കുടിച്ചില്ല. അപ്പോ വീണ്ടും വീണ്ടും നല്ല സ്ട്രോങ് ആയിട്ട് ഇയാൾ വെള്ളം കുടിക്കാനായിട്ട് നിർബന്ധിച്ചു വലിച്ചു. അപ്പൊ അതിനനുസരിച്ചിട്ട് കുതിരയല്ലേ, നല്ല ശക്തിയുള്ളതാ, അത് പുറകോട്ട് വലിച്ചു. അതിന് താല്പര്യമില്ലാത്തതല്ല. അപ്പൊ ഈ മൽപ്പിടുത്തത്തില് ഇയാൾക്ക് നന്നായിട്ട് ക്ഷീണിക്കുകയും അങ്ങനെ ഇയാൾ വെള്ളം കുടിക്കാൻ തുടങ്ങുകയും ചെയ്തു. കയ്യിൽ കോരിയെടുത്ത് അയാൾ കുടിച്ചു. ഇയാൾ കുടിക്കുന്ന കണ്ടപ്പോ കുതിര എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും അതും വെള്ളം കുടിച്ചു. ഇത്രയ്ക്ക് സിമ്പിളാണ്. നമ്മുടെ മക്കളെ അത് ചെയ്യുക, ഇത് ചെയ്യുക, മറ്റേത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അങ്ങ് നിർബന്ധിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, അവര് നമ്മളോട് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യും. അവരിതുപോലെ സ്റ്റബേൺ ആയിട്ട് മാറും. സോ അത് ചെയ്യാതെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്ത് മാതൃകാപരമായി കാണിച്ചു കൊടുക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അവർക്കും അത് ചെയ്യാൻ തോന്നുന്നത്. അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും, വായനയുടെ കാര്യത്തിലാണെങ്കിലും, TV കാണുന്ന കാര്യത്തിലാണെങ്കിലും, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, എന്തിലാണെങ്കിലും നമ്മളാണ് അവരുടെ മാതൃക. സോ നമ്മളത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള വിഷമങ്ങളോ ദേഷ്യമോ ഒരു തരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങളോ ഇല്ലാതെ ചെയ്തു നോക്കും. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഒരുപക്ഷെ നല്ല മാറ്റം നമ്മുടെ മക്കളിലും ഉണ്ടാവട്ടെ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്. ഓൾവേസ് കീപ് സ്മൈലിംഗ്.